മറ്റ് രാജ്യങ്ങളിൽ നിന്നും ജപ്പാനെ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ. വിവാഹത്തിന് മരം മുറിക്കുന്ന ആചാരമോ? ഹലോ ഫ്രണ്ട്സ്, ടെക്നോളജിയുടെ കാര്യത്തിലും ഡെവലപ്മെന്റിന്റെ കാര്യത്തിലും മാത്രമല്ല, മറ്റ് പല മേഖലകളിലും ഏറെ മുന്നിലാണ് ചൈനയും ജപ്പാനും. മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇവരെ വ്യത്യസ്തരാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയണ്ടേ? മറ്റ് നാടുകളിലുള്ള അതിവിചിത്രമായ ചില ആചാരങ്ങളെക്കുറിച്ചറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? കൂടുതൽ വിശേഷങ്ങൾക്കായി എപ്പിസോഡ് മുഴുവൻ കാണണേ. സ്വാഗതം ഫാക്സ് മോജോയിലേക്ക്. നമ്പർ 13, ഭാഗ്യം വരുന്ന വഴി. വിശ്വാസമോ അന്ധവിശ്വാസമോ എന്നറിയില്ല, ചുവന്ന നിറത്തിലുള്ള ഷെഡ് ധരിക്കുന്നത് കൊണ്ട് ഭാഗ്യം വരുമെന്ന് ഇറ്റലിയിലെ ജനങ്ങൾ ഒരേപോലെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ന്യൂ ഇയർ ദിനത്തിൽ അവരെല്ലാവരും ചുവന്ന ഷെഡ് തന്നെ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഐശ്വര്യം വരുന്ന ഓരോ വഴിയേ. എന്തായാലും അടുത്ത ന്യൂ ഇയറിന് ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. നിങ്ങളും ചുമ്മാ ട്രൈ ചെയ്ത് നോക്കുന്നേ. നമ്പർ 12, ഇരിക്കേണ്ടതെങ്ങനെ? നമ്മുടെ നാട്ടിൽ ആഹാരം കഴിക്കുമ്പോഴും മറ്റും കാലുകൾ ഇങ്ങനെ പിണച്ച് ചമ്രം പണിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ശീലം, അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖവുമുണ്ട്. പക്ഷെ ജപ്പാനിൽ പോയി നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ അത് മര്യാദകേടായാണ് കണക്കാക്കുന്നത്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ അപമാനിക്കുന്നതിന് തുല്യമാണത്രേ ഈ ഇരിപ്പ്. അപ്പോൾ പിന്നെ എങ്ങനെ ഇരിക്കും? ജപ്പാനിൽ എപ്പോഴും കാലുകൾ ഇങ്ങനെ പുറകോട്ട് മടക്കിയാണ് ഇരിക്കേണ്ടത്. ഇതാണ് അവിടുത്തെ മര്യാദ. പൊതുവെ എല്ലാ നാടുകളിലും മറ്റൊരാളെ ആദ്യമായി കാണുമ്പോൾ സന്തോഷപൂർവ്വം ഷെയ്ക്ക് ഹാൻഡ് നൽകുന്ന ഒരു പതിവുണ്ട്. എന്നാൽ ജപ്പാനിലെ ആളുകൾക്ക് നിങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ അവർ നിങ്ങളെ ഒരു വിചിത്ര ജീവിയെ പോലെ നോക്കും. കാരണം അവിടുത്തുകാർ പുതിയ ഒരാളെ സ്വാഗതം ചെയ്യുന്നത് ഇതുപോലെ തലകുനിച്ചാണ്. ഇതാണ് ജപ്പാൻകാരുടെ ആതിഥ്യ മര്യാദ. നിങ്ങളെങ്ങനെയാണ് ഒരാളെ വെൽക്കം ചെയ്യുന്നത്? പിന്നെ മറ്റൊരു കാര്യം, മറ്റു നാടുകളിലേതുപോലെ ജപ്പാനിലെ റോഡുകളിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. കാരണം ജപ്പാനിൽ നടന്നുകൊണ്ട് ആഹാരം കഴിക്കുന്നത് ശരീരത്തെയും ആഹാരത്തെയും ഒരേപോലെ നിന്ദിക്കുന്നതിന് തുല്യമായാണ് കണക്കാക്കുന്നതത്രേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇവിടെ ഒരു ലൈക്ക് പൂശിക്കോ. നമ്പർ 11, ഓക്കെ മാത്രം പറയല്ലേ. നിങ്ങൾ എപ്പോഴെങ്കിലും ബ്രസീൽ സന്ദർശിക്കുകയാണെങ്കിൽ പ്രധാനമായും 2 കാര്യങ്ങൾ ചെയ്യരുത്. അവ എന്തൊക്കെയാണെന്നറിയണ്ടേ? നമ്മളൊക്കെ സാധാരണയായി കോംപ്ലിമെന്റ് കൊടുക്കാനായി കൈവിരലുകൾ ഇങ്ങനെ പിടിച്ച് സൂപ്പർ എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ബ്രസീലിൽ പോയി ഇങ്ങനെ കാണിച്ചാൽ പണി പാളും മക്കളെ. അവിടെ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു ജെസ്ചർ ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് ബ്രസീലിൽ മാത്രം പോയി ഇങ്ങനെ കാണിക്കരുത്. നിങ്ങൾ അപമാനിച്ചെന്ന് പറഞ്ഞ് അവർ പരാതി നൽകിയേക്കാം. ബ്രസീലിൽ പോയാൽ ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു പ്രധാന കാര്യമാണ്, ആരെങ്കിലും നിങ്ങളെ ഡാൻസ് ചെയ്യാൻ ക്ഷണിച്ചാൽ ആ ക്ഷണം കേട്ടില്ലെന്ന് നടിച്ചേക്കണം. ഇല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. RRR സിനിമയിൽ കണ്ടിട്ടുള്ളതുപോലെ ഒരു ഡാൻസ് ബാറ്റിലിനാണ് അവർ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇതറിയാതെ ചെന്ന് ചാടിക്കൊടുത്താൽ ഏത് സാഹചര്യത്തിൽ നിങ്ങൾ ഡാൻസ് നിർത്തിയാലും നിങ്ങൾ തോറ്റതായി കണക്കാക്കും. അതായത് കാല് വേദനിച്ച് നിന്നാലും ഡാൻസ് ചെയ്ത് താഴെ വീണാലും തോൽവി ഉറപ്പ്. മാത്രമല്ല ജയിച്ച ആള് പറയുന്ന എന്ത് കാര്യവും ചെയ്യാൻ തോറ്റയാൾ ബാധ്യസ്ഥനുമാണ്. നമ്പർ 10, തട്ടില്ല മുട്ടില്ല. ജപ്പാൻ എന്ന കൊച്ചു രാജ്യത്ത് 12 കോടിയിലധികം ആളുകൾ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജപ്പാനിലെ ഒട്ടുമിക്ക നഗരങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ഇത്രയധികം പോപ്പുലേഷൻ ഉണ്ടായിട്ടുകൂടി അവർ റോഡപകടങ്ങളില്ലാതെ കൃത്യമായ രീതിയിൽ ക്രൗഡ് കൺട്രോൾ ഫലപ്രദമായി ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ടോക്കിയോ നഗരത്തിലെ ഷിബുയ ക്രോസിംഗ് ലോക പ്രശസ്തമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഈ റോഡിൽ പോലും യാതൊരുവിധ അപകടങ്ങളും സംഭവിക്കാതെ ക്ഷമയോടെ റോഡ് ക്രോസ് ചെയ്യുന്ന അനേകം ആളുകളെ കാണാം. വരിയായി നിൽക്കുന്ന ഈ ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യുന്നതിനായി 90 സെക്കൻഡ് സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. 1885 നിർമ്മിച്ച ഈ റോഡിൽ 3 മില്യണോളം ആളുകൾ പ്രതിദിനം റോഡ് നടന്ന് ക്രോസ് ചെയ്യാറുണ്ട്. കൂട്ടത്തോടെയുള്ള അവരുടെ ഈ റോഡ് ക്രോസിംഗ് കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ? ഇത്രയും തിരക്ക് നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ കാണായിരുന്നു. നമ്പർ 9, വിവാഹവും മരം മുറിക്കലും. വൈവിധ്യം നിറഞ്ഞ വിവാഹ ആചാരങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ നാട്. കാലാകാലങ്ങളായി വിവാഹവുമായി ബന്ധപ്പെട്ട് പല വ്യത്യസ്ത ആചാരങ്ങളും നമ്മൾ ആചരിച്ചു വരുന്നുണ്ട്. ചെക്കനും പെണ്ണിനും പണി കൊടുക്കാൻ വേണ്ടി മാത്രമുണ്ടാക്കിയ പല പുതിയ ആചാരങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. എന്നാൽ ജർമ്മനിയിലെ ആചാരം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഭാര്യയും ഭർത്താവും ചേർന്ന് മരം മുറിക്കുന്നതാണ് ഇവിടുത്തെ രീതി. ഇങ്ങനെ ചെയ്താൽ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം വരുമത്രേ. വിവാഹ ദിനത്തിൽ ഭാര്യയും ഭർത്താവും ചേർന്ന് മരം നടുന്നത് മനസ്സിലാക്കാം. അതിനു വിരുദ്ധമായി മരം മുറിക്കുന്നത് എന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ജർമ്മനിയിലെ വിവാഹ വിശേഷങ്ങൾ തീർന്നില്ല. ജർമ്മനിയിലെ ദമ്പതികൾ അവരുടെ വിവാഹം സെലിബ്രേറ്റ് ചെയ്യുന്നത് പ്ലേറ്റുകൾ എറിഞ്ഞു പൊട്ടിച്ചാണ്. ഭാവിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു പൊട്ടിക്കാനുള്ളതിന്റെ സാമ്പിൾ പൊട്ടിക്കലാണോ ഇനി ഇത്? പല്ലും കല്യാണവും. വിവാഹവുമായി ബന്ധപ്പെട്ട് അതിവിചിത്രമായ ഒരു ആചാരമാണ് ഇന്തോനേഷ്യയിലെ ബാലിയിൽ നിലവിലുള്ളത്. വിവാഹ ദിനത്തിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും പല്ലുകൾ ട്രിം ചെയ്യുന്നതാണ് അവിടുത്തെ രീതി. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഇരുവരുടെയും മനസ്സിലുള്ള ദുഷ്ടചിന്തകളെല്ലാം ഇല്ലാതാകുമെന്നാണ് അവിടുത്തുകാർ വിശ്വസിക്കുന്നത്.
രസകരമായ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്പർ 8, സൈക്കിൾ സവാരി. സൈക്കിളും ബോട്ടും മാത്രമുള്ള ഒരു ഗ്രാമത്തെ നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുന്നുണ്ടോ? ഡച്ച് വെനീസ് എന്നറിയപ്പെടുന്ന അതിമനോഹരമായ ഗ്രാമമായ ഗീതൂറിനിൽ റോഡുകളൊന്നുമില്ല. ഈ ഗ്രാമത്തിൽ എങ്ങും സ്വപ്നതുല്യമായ ശാന്തതയാണ് അനുഭവപ്പെടുക. നെതർലാൻഡിലാണ് ഈ അത്ഭുത ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാറ്, ബൈക്ക് എന്നിവയ്ക്ക് പകരം ബോട്ടും സൈക്കിളും മാത്രമാണ് ഇവിടെ അനുവദനീയമായ വാഹനങ്ങൾ. ഈ ഗ്രാമത്തിൽ എല്ലായിടത്തും ബോട്ടിൽ സഞ്ചരിക്കാവുന്ന വഴികളുണ്ട്. എന്നാൽ റോഡുകളൊന്നും ഇല്ലാതാനും. ഇവിടം സന്ദർശിക്കാൻ നിങ്ങൾക്കും ആഗ്രഹം തോന്നുന്നുണ്ടോ? നമ്പർ 7, പട്ടിക്കും ടാക്സോ. സ്വിറ്റ്സർലൻഡിലെ നിയമങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. ലാൻഡ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ് തുടങ്ങി നമ്മൾ പല കാര്യങ്ങൾക്കും നികുതി അടയ്ക്കാറുണ്ട്. എന്നാൽ പട്ടിക്ക് നികുതി അടയ്ക്കാറുണ്ടോ? വളർത്തു നായ്ക്ക് ഇവിടെ നിർബന്ധമായും ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. എത്ര പട്ടിയുണ്ടോ ആ പട്ടികൾക്കെല്ലാം വെവ്വേറെ നികുതി അടയ്ക്കണം. നാട്ടുകാരിൽ നിന്നും നികുതി പിരിക്കാൻ ഗവൺമെന്റ് കണ്ടുപിടിച്ച ഓരോ വഴികളെ. ഇത് പട്ടിക്ക് സംരക്ഷണം നൽകാനാണോ അതോ വേറെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? നമ്പർ 6, ലോകത്തെ വിചിത്രമായ നിയമങ്ങൾ. സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഒരു ദ്വീപുണ്ടോ? ഉണ്ടല്ലോ. ജപ്പാനിലെ ഒക്കിനോഷിമ ദ്വീപിലാണ് ഇങ്ങനെ ഒരു വിചിത്രമായ നിയമമുള്ളത്. ഈ ദ്വീപിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നത് നിയമപരമായി തന്നെ നിരോധിച്ചിട്ടുണ്ട്. വുമൺ ആർ നോട്ട് അഡ്മിറ്റഡ് എന്നൊരു വലിയ ബോർഡ് കൂടി അവരവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും നിയമമുള്ളതുകൊണ്ട് തന്നെ സ്ത്രീകൾ ആരും വരില്ല എന്ന ധൈര്യത്തിൽ ഇവിടെ എത്തുന്ന ആണുങ്ങൾ പുഴയിൽ നഗ്നരായാണ് കുളിക്കുന്നത്. സ്ത്രീകൾക്ക് മാത്രം നിരോധനം മതിയോ? പുരുഷന്മാർക്ക് വേണ്ടേ? എന്നാൽ അങ്ങനെയൊരു ഗ്രാമവും ഈ ലോകത്തുണ്ട്. ബ്രസീലിലെ നോയ്വ ഡോ കോർഡിയേറോ എന്ന ഗ്രാമത്തിലാണ് പുരുഷന്മാരെ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത്. ഇവിടെ കൃഷിപ്പണികൾ ഉൾപ്പെടെ എല്ലാ ജോലികളും ചെയ്യുന്നത് സ്ത്രീകളാണ്. ഇവിടുത്തെ പെൺകുട്ടികൾ വിവാഹശേഷം ഈ ഗ്രാമം വിട്ട് പുറത്തുപോയി താമസിക്കുന്നു. വയസ്സായാലോ ഭർത്താവ് മരിച്ചാലോ അവർക്ക് വീണ്ടും ഈ പെൺഗ്രാമത്തിൽ വന്ന് താമസിക്കാം. നമ്പർ 5, വൺ അറ്റ് എ ടൈം. ജപ്പാനിലെ കൈകഴുകുന്ന മെഷീൻ കൂടി ഒന്ന് കണ്ടാലോ? എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തത കൊണ്ടുവരുന്ന ജപ്പാനുകാർ ഇവിടെയും വ്യത്യസ്തത കൊണ്ടുവരുവാൻ മറന്നിട്ടില്ല. പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ടാപ്പുകളിൽ കൈ കഴുകുന്നതിനോടൊപ്പം മൊബൈൽ ഫോണുകൾ UV രശ്മികൾ ഉപയോഗിച്ച് സാനിറ്റൈസ് ചെയ്യാനും കഴിയും. ഒരു വെടിക്ക് 2 പക്ഷി. ഇതിപ്പോ ലാഭമായല്ലോ. നമ്പർ 4, ഫുഡ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിലും ജപ്പാൻകാർ ഒട്ടും പിറകിലല്ല. അതിപ്പോ ഡ്രിങ്ക്സിന്റെ ബോട്ടിലായാലും സ്നാക്സ് പാക്കറ്റ് ആയാലും ക്രിയേറ്റീവ് ഐഡിയ സപ്ലൈ ചെയ്തിട്ടുണ്ടാകും. ജപ്പാനിലെ ഈ കോക്കക്കോള ബോട്ടിൽ നോക്കൂ. പുറത്ത് കവർ പൊളിച്ച് കവറിലെ സ്ട്രിപ്പ് ഇതുപോലെ പതുക്കെ വലിച്ചാൽ ഉടനെ അതൊരു പൂവായി മാറും. ഇതുമാത്രമല്ല, ജപ്പാനിൽ കൂൾ ഡ്രിങ്ക്സ് എപ്പോഴും കൂൾ ആൻഡ് ചില്ലായിരിക്കാൻ ഫ്രീസിംഗ് മെഷീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ബോട്ടിൽ വെച്ചാൽ ഉടനെ ബോട്ടിലിനകത്തെ ഡ്രിങ്ക്സ് ഫ്രീസായി മാറും. സ്നാക്സിന്റെ കാര്യമെടുത്താൽ ജപ്പാനിൽ വിപണിയിൽ ഇറങ്ങുന്ന എല്ലാ സ്നാക്സുകളും പാക്കറ്റിന് പുറത്തെ ചിത്രത്തിലുള്ള അതേ വലിപ്പത്തിലും രൂപത്തിലും തന്നെയായിരിക്കും ഉണ്ടാവുക. അതിനൊക്കെ നമ്മുടെ നാട്ടിൽ പാക്കറ്റിന് പുറത്തെ ചിത്രവും പാക്കറ്റിനകത്തെ സ്നാക്സും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകാറില്ല. നമ്പർ 3, കരുതലിലും ജപ്പാൻ മുന്നിൽ. മറ്റെല്ലാ നാടുകളിലും എയർപോർട്ടിൽ ബാഗേജുകൾ വളരെ അലക്ഷ്യമായി എടുത്ത് എറിയാറാണ് പതിവ്. സ്വന്തം ബാഗേജുകൾ അല്ലാത്തതുകൊണ്ട് എന്തുമാവാമല്ലോ. പക്ഷെ ജപ്പാനിലെ ആളുകൾ സ്വന്തം സാധനങ്ങൾ പോലെ തന്നെ മറ്റുള്ളവരുടെ സാധനങ്ങളും നന്നായി സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ടാണ് എയർപോർട്ടിൽ ബാഗേജ് വെക്കുന്നിടത്ത് അവർ പ്രത്യേകം ജോലിക്കാരെ നിയമിച്ചിട്ടുള്ളത്. എത്ര ശ്രദ്ധയോടെയാണ് അവർ ആ ബാഗേജുകൾ കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ. നിങ്ങൾ എപ്പോഴെങ്കിലും ജപ്പാൻ സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് നിങ്ങളുടെ എന്ത് വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടാലും ഡോണ്ട് വറി. കാരണം ജപ്പാനിലെ ഒട്ടുമിക്ക പ്രധാന നഗരങ്ങളിലും ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് സെന്ററുകളുണ്ട്. ജപ്പാനുകാർ ആള് ഡീസന്റ് ആണ്. വഴിയിൽ കിടന്ന് എന്ത് കിട്ടിയാലും ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് സെന്ററുകളിലോ പോലീസ് സ്റ്റേഷനിലോ ഏൽപ്പിക്കും. ഇത് ചുമ്മാ തള്ളുന്നതല്ല. ജപ്പാൻകാർ ശരിക്കും നന്മമരങ്ങളാണ്. ഇത് പരീക്ഷിക്കാനായി ഒരുപാട് യൂട്യൂബേഴ്സ് പൊതു ഇടങ്ങളിൽ വസ്തുക്കൾ ഉപേക്ഷിച്ച് പോവുകയും നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ഏൽപ്പിക്കുന്ന ജപ്പാൻകാരുടെ വീഡിയോസും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ടെക്നോളജിയുടെ കാര്യത്തിൽ മാത്രമല്ല, സത്യസന്ധതയുടെ കാര്യത്തിലും ജപ്പാൻകാർ മുന്നിലാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നമ്പർ 2, നോ റെഡ് കളർ. ചൈനയിൽ ആരുടെ പേരും ചുവന്ന മഷിയിൽ എഴുതാൻ പാടില്ല. കാരണം അവിടെ മരിച്ച ആളുകളുടെ പേര് മാത്രമേ ചുവന്ന മഷിയിൽ എഴുതുകയുള്ളൂ. ചൈനയിൽ പോയി ജീവനോടെ ഉള്ളവരുടെ പേര് റെഡ് കളർ ഇങ്കിൽ എഴുതിയാൽ നിങ്ങൾക്ക് തീർച്ചയായും അടി കിട്ടും. നമ്പർ 1, ഫയർ സർവീസ്. ജപ്പാനിലെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രാമമാണ് കയാബുക്കി നോ സാറ്റോ. തീർത്തും പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന വീടുകളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ അപകട സാധ്യതയും ഏറെ കൂടുതലാണ്. എന്നാൽ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ ഓടുന്നവരാണല്ലോ ജപ്പാൻകാര്. വീടുകൾ തീപിടിച്ച് കത്തി അമരാൻ സാധ്യത വളരെ കൂടുതലായതിനാൽ ഈ ഗ്രാമം മൊത്തം ഒരു ഓട്ടോമാറ്റിക് ഫയർ സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുകയാണവർ.
റൂഫിനടിയിൽ ഹിഡൻ ആയിരിക്കുന്ന സ്പ്രിംക്ലേഴ്സ് ഈ ഗ്രാമത്തിലെ ഏത് വീടിന് തീപിടിച്ചാലും ഫയർ സിസ്റ്റം ഓൺ ആയി തീ അണയ്ക്കും. 4 വശത്തേക്കും റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന സ്പ്രിംക്ലേഴ്സ് വളരെ ഉയരത്തിലേക്കും ദൂരത്തേക്കും വെള്ളം ചീറ്റിക്കാൻ കഴിവുള്ളവരാണ്. ഗ്രാമത്തിന്റെ പൈതൃകം അതുപോലെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു അടിപൊളി ഫയർ സിസ്റ്റം അവർ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ലോകത്തിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കുന്ന ഫയർഫോഴ്സും ജപ്പാനിൽ തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൗതുകം നിറഞ്ഞ മറ്റൊരു അടിപൊളി എപ്പിസോഡുമായി ഉടനെ കാണാം. See you soon.